ഹലോ വെൽക്കം ബാക്ക് ടു ആപ്റ്റിക്സ് അക്കാഡമി. നമ്മൾ ഇന്ന് 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിന്റെ ഇൻ ദ ആറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക കേട്ടോ. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ലെങ്തി ചാപ്റ്റർ ആണ്. അപ്പോൾ മാക്സിമം നമ്മളത് ചെറുതാക്കിയിട്ട് അതിൻ്റെ ഒരു സമ്മറി വേർഷനാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ടെക്സ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. അതിനുശേഷം മാത്രം ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലാകും. കാരണം സമ്മറി പറയുന്ന സമയത്ത് ചില പേരുകളോ ചില സംഭവങ്ങളോ നമ്മൾ മിസ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ കഥ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഇതിനെ ഓരോ പാർട്ടുകളായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ലാഡിസ്ലോ സ്പിൽമാൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. ശരിക്കും പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങുന്നത് സ്പിൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിലെ പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്നത്, മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ആള് ഒരു അബാൻഡൻഡ് ബിൽഡിങ്ങിൽ, ഒരു ഒറ്റപ്പെട്ട ബിൽഡിങ്ങിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, നാസി ജർമ്മനിയിൽ ഒരുപാട് വാറുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ജൂയിഷ് പീപ്പിളും ജർമ്മൻസും തമ്മിലുള്ള ഒരു വാർ ഒരുപാട് കാലം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പൊ ഇവിടെ ആളുകളെല്ലാം യുദ്ധത്തിലാണ്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് സ്പിൽമാൻ എന്ത് ചെയ്യാണ്, ഒരു ബിൽഡിങ്ങിൽ ഒളിച്ചിരിക്കുകയാണ്. സമയത്ത് ഒരു ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തിനെ കണ്ടു. ആ സമയത്ത് സ്പിൽമാൻ വിചാരിച്ചു, അയ്യോ തീർന്നു, എന്നെ ഇപ്പം കൊല്ലും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ജർമ്മൻ ഓഫീസർ വന്നു. ആളെടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണ് ജോലി, നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ സ്പിൽമാൻ പറഞ്ഞു, ഞാനൊരു പിയാനിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഓഫീസർ എന്ത് ചെയ്തു, അദ്ദേഹത്തിനൊന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, വാ എൻ്റെ കൂടെ അടുത്ത റൂമിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അയാളെ അവിടെ നിന്ന്, സ്പിൽമാനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, നീ പിയാനിസ്റ്റ് ആണെന്നല്ല പറഞ്ഞത്, എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്പിൽമാൻ വളരെ പേടിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ആള് പറഞ്ഞു, അതായത് നമ്മുടെ ജർമ്മൻ ഓഫീസർ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾ ജസ്റ്റ് എനിക്ക് ഒരു എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് തന്നാൽ മതി ഈ പിയാനോയിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒളിച്ച് നിൽക്കാം, ഞാൻ ആ സമയത്ത് ഞാൻ തന്നെയാണ് പിയാനോ വായിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞോളാം, പ്രിറ്റൻഡ് ചെയ്തോളാം എന്ന് പറഞ്ഞു. സ്പിൽമാൻ എന്ത് ചെയ്തു, ആൾക്ക് ഒരു എന്തെങ്കിലും ഒന്ന് വായിച്ചു കൊടുക്കാം ആ പിയാനോയിൽ എന്ന് ഓർത്തു. 2.5 വർഷത്തോളം സ്പിൽമാന് എന്താണ് ഈ പിയാനോ ഒന്നും തൊട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുമോന്നൊന്നും അറിയില്ല. അതുപോലെ അദ്ദേഹത്തിന്റെ നഖമൊക്കെ ആകെ കേട് വന്നിരിക്കുന്ന അവസ്ഥയിലാണ്. സ്റ്റിഫ് ആയിട്ടുണ്ട്, ഡേർട്ടി ആയിട്ടുണ്ട്, നീണ്ട് കിടക്കുകയാണ്. നമുക്കറിയാം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന സമയത്ത് നമുക്ക് തീരെ നഖം പാടില്ല. കാരണം നമ്മൾ കൈ ഉപയോഗിച്ചാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആള് ഒരു സാഡ് ആയിട്ടുള്ള, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോപ്പിൻസ് നൊക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് സി ഷാർപ്പ് മൈനർ വെച്ചിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വായിച്ചു കഴിയുമ്പോഴത്തേനും റൂമൊക്കെ മൊത്തത്തിൽ സൈലൻ്റ് ആയി. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ലൗഡായിട്ടുള്ള ജർമ്മൻ ഗൺ ഷോട്ട് പുറത്ത് കേൾക്കുന്നത്. പെട്ടെന്ന് എന്തോ അപകടം സംഭവിക്കുക എന്നുള്ള ഒരു കാര്യം മുൻപോട്ട് വന്നു. ഇനി അടുത്തത് നോക്കുക. നെക്സ്റ്റിലേക്ക് വരുമ്പോഴത്തേനും ഓഫീസർ ആളെടുത്ത് പറഞ്ഞു, ഓഫീസർ ആ ഒരു മ്യൂസിക് ഒക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ സ്പിൽമാനോട് പറഞ്ഞു, ഹി സൈസ് ആൻഡ് സേസ് സ്പിൽമാൻ ഷുഡന്റ് സ്റ്റേ ദർ ആൻഡ് ഓഫേഴ്സ് ടു ടേക്ക് ഹിം ടു a safe വില്ലേജ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടല്ല നിൽക്കുന്നത്, നിങ്ങളെ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സ്പിൽമാൻ പറഞ്ഞു, ഇല്ല, തല കുലുക്കിയില്ല, എനിക്ക് ഇവിടുന്ന് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓഫീസർ ഇങ്ങനെ മനസ്സിലായില്ല, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, ഇത്രയും വൃത്തിയില്ലാത്തൊരു റൂയിനായിട്ടുള്ള സ്ഥലത്ത് എന്തിനായിരിക്കും ഇയാൾ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ആളെടുത്ത് ചോദിച്ചു, നിങ്ങളൊരു ജൂയിഷ് ആയിട്ടുള്ള ആളാണോ എന്ന് ചോദിച്ചു. ജൂയിഷ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ പേടിക്കണം, കാരണം ജർമ്മൻ ഓഫീസേഴ്സ് ഒക്കെ കൊന്നു കളയുമല്ലോ കണ്ടാല്. അപ്പൊ സ്പിൽമാൻ പറഞ്ഞു, അതെ, ഞാൻ ജൂയിഷ് ആണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ മനസ്സിലായി, ഓഫീസർക്ക് മനസ്സിലായി, ജൂയിഷ് ആയതുകൊണ്ട് തന്നെ ഈ സിറ്റി വിട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം ജൂയിഷ് പീപ്പിൾ ഭയങ്കരമായിട്ട് അധികം ബുദ്ധിമുട്ട് അപ്പം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, എല്ലാ സ്ഥലത്തും കൊല്ലുകയും വെടിവെപ്പും കാര്യമൊക്കെയാണ്. അതുകൊണ്ട് ആൾക്ക് പുറത്ത് പോവാൻ കഴിയില്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൊന്നു കളയുന്നറിയാം. അതുകൊണ്ട് തന്നെ ഓഫീസർ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഹൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആള് പറഞ്ഞു, ഇൻ ദ ആറ്റിക്. അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര് കേട്ടോ, ഇൻ ദ ആറ്റിക്. ആറ്റിക് അട്ടം ഉണ്ടാവില്ലേ,
ഒരു എന്താ പറയാ, ഒരു ഇരുട്ട് മുറി. അതാണ് ആറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ആ ഒരു ആറ്റിക്കിലാണ് ഞാന് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആള് ആറ്റിക്കിന്റെ അടുത്തേക്ക് പോയപ്പോ കുറച്ചും കൂടെ ഒരു ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് സ്പിൽമാന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, "നിങ്ങൾ ഇവിടെ നിന്നോളൂ" എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ആറ്റിക്കിന്റെ എൻട്രൻസിൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ടിട്ട്, "ഇവിടെ സ്റ്റേ ചെയ്തോളൂ. ഞാൻ ആരുടെടുത്തും പറയില്ല" എന്നുള്ള ഒരു ഉറപ്പൊക്കെ കൊടുത്തിട്ട് ആളെ അവിടെ നിർത്തി. എന്നിട്ട് സ്പിൽമാനോട് അവിടെ ഒളിച്ചിരുന്നോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്തെങ്കിലും കഴിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് വേണോ? എന്നുള്ളതൊക്കെ ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, "ഞാനൊന്നും കഴിച്ചിട്ടില്ല" എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഓഫീസർ പറഞ്ഞു, "ഓക്കെ, നിങ്ങള് പേടിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുതരാമെന്ന്" പറഞ്ഞു. ഇനി നോക്കാ, ഇത് ഓരോന്നിന്റെയും ടൈറ്റിൽ ഒന്ന് വായിച്ചിരിക്കുക കേട്ടോ. ഞാൻ ഓരോന്നും വായിക്കുമ്പോൾ അതിന്റെ ടൈറ്റിൽ വായിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും കാര്യങ്ങളെ ഓരോ പാരഗ്രാഫിലും അല്ലെങ്കിൽ ഓരോ ഭാഗത്തും എന്താണ് വരുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ. അങ്ങനെ സ്പിൽമാൻ എന്ത് ചെയ്യാണ് ഇപ്പോൾ, ഓഫീസറിന്റെ അടുത്ത് ചോദിച്ചു, "നിങ്ങളൊരു ജർമ്മൻ ആണോ?" എന്ന് ചോദിച്ചു. അങ്ങനെ അയാൾ പറഞ്ഞു, "അതെ, ഞാനൊരു ജർമ്മൻ ആണ്." ആൻഡ് അത് പറയുന്നതിൽ തന്നെ എനിക്കൊരു വിഷമമുണ്ട്. കാരണം എന്താണ്, ജർമ്മൻസ് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് എൻ ഇമ്പോർട്ടന്റ് മൊമെന്റ് ബിക്കോസ് ഇറ്റ് ഷോസ് ദാറ്റ് നോട്ട് ഓൾ ജർമ്മൻ സോൾജേഴ്സ് സപ്പോർട്ടഡ് ദി ടെറിബിൾ തിങ്സ് ദാറ്റ് നാസീസ് വർ ഡൂയിങ്. നാസി ജർമ്മനിയിൽ നാസീസ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും കുറെ ജർമ്മൻസ് വരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജർമ്മൻസ് ആണല്ലോ ഈ ജൂയിഷ് പീപ്പിളിനെ ഉപദ്രവിക്കണം. അങ്ങനെ ജർമ്മൻസ് പോലും ചില ആളുകളൊന്നും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആള് എന്നിട്ട് ഹി ക്വിക്ക്ലി ഷേക്സ് സ്പിൽമാൻസ് ഹാൻഡ് ആൻഡ് ലീവ്സ്. എന്നിട്ട് കൈ കൊടുത്തിട്ട് അവിടുന്ന് പോന്നു. അങ്ങനെ 3 ദിവസത്തിന് ശേഷം ഓഫീസർ അങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. ആ തിരിച്ചു വന്ന സമയത്ത് ആളടുത്ത് ചോദിച്ചു, "ഹലോ, ആർ യു ദേർ?" ചോദിച്ചു, "നീ അവിടെ ഉണ്ടോ? അതിനകത്ത് ആളുണ്ടോ?" എന്നുള്ളത് ചോദിച്ചു. അങ്ങനെ സ്പിൽമാൻ ഉത്തരം കൊടുത്തു, "അവിടെ ഉണ്ട്" എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓഫീസർ, ആൾക്ക് കുറച്ച് ബ്രെഡിന്റെ ലോഫും അതുപോലെ തന്നെ ജാമും ഒക്കെ ഒരു പേപ്പറിനകത്ത് റാപ്പ് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ളതൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓഫീസർ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് സ്പിൽമാന്റെ അടുത്ത് പറഞ്ഞു, "കുറച്ച് വീക്കും കൂടെ ഇവിടെ നിന്നോളൂ. വാറ് പെട്ടെന്ന് തന്നെ കഴിയും. വാറ് പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം" എന്നൊക്കെ പറഞ്ഞ് ഒരു അഫർമേഷൻ കൊടുക്കാണ്, കൺഫർമേഷൻ കൊടുക്കുന്നത് പോലെ പറയാണ്. എന്തായാലും വാറ് നിൽക്കും. ആ സമയത്ത് നിങ്ങൾക്ക് പുറത്തു പോകാം എന്നുള്ള രീതിയിൽ ഒരു ഉറപ്പൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് ഏം, ഇറങ്ങി പോരുകയാണ് ഓഫീസർ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ആഴ്ചകളൊക്കെ കഴിഞ്ഞു. ഭയങ്കര ലോങ് ആയിട്ടുള്ള ഡിപ്രസിംഗ് ആയിട്ടുള്ള ആഴ്ചകളൊക്കെ കഴിഞ്ഞു. സ്പിൽമാൻ ഹിയേഴ്സ് ലെസ് ആൻഡ് ലെസ് ഫൈറ്റിംഗ് ഔട്ട്സൈഡ്. അങ്ങനെ ആ ഒരു യുദ്ധമൊക്കെ കുറഞ്ഞു വരുന്നത് പോലെ ഇങ്ങനെ സ്പിൽമാന് തോന്നി. അപ്പോൾ അങ്ങനെ വെടിവെപ്പൊക്കെ കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ തോന്നി. ഇങ്ങനെ ആ ഹൈഡിംഗ് പ്ലേസ് കുറച്ചും കൂടെ എന്താണ്, ഹൈഡിംഗ് പ്ലേസ് ഈസ് സോ ഗുഡ് ദാറ്റ് നോ വൺ എവർ തിങ്ക്സ് ടു ലുക്ക് ഇൻ ദ ലോഫ്റ്റ്. അങ്ങനെ ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലത്താണ് ആള് നിൽക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ 12th ഡിസംബർ ആയ സമയത്ത് ആ ഓഫീസർ അവസാനമായിട്ട് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഒരു ലാർജ് സപ്ലൈ ഓഫ് ബ്രെഡും ഒരു വാം ബ്ലാങ്കറ്റും ഒക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ സ്പിൽമാന്റെ അടുത്ത് ആള് പറഞ്ഞു, ഓഫീസർ പറഞ്ഞു, "ഞാൻ ഇവിടുന്ന് ലീവ് ചെയ്യാണ്. എന്താണ്, ഞാൻ വാർസോ വിട്ടു പോവാണ്. നിങ്ങൾ ഹോപ്പ് കൈവിടരുത്. നിങ്ങളുടെ വിശ്വാസം കൈവിടരുത്. നിങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയും" എന്നൊക്കെ പറയാണ്. അങ്ങനെ സ്പിൽമാൻ ഭയങ്കരമായിട്ടും വറീഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം എന്ത് സംഭവിക്കും? വാർ ശരിക്കും അവസാനിക്കോ? അവരുടെ പ്ലേസ് സുരക്ഷിതമാവോ? എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ ഓഫീസർ ടെൽസ് ഹിം ദാറ്റ് ഇഫ് ദേ ഹാവ് ബോത്ത് സർവൈവ്ഡ് ഫോർ ഓവർ 5 ഇയേഴ്സ് ഇറ്റ് മസ്റ്റ് ബി ഗോഡ്സ് വിൽ ഫോർ അസ് ടു ലിവ്. അപ്പോൾ ഓഫീസർ പറയാണ്, "നമ്മൾ 5 വർഷത്തോളം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ 5 വർഷം ഇവിടെ സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ജീവിക്കണമെന്ന് ദൈവം വിചാരിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ജീവിക്കാൻ കഴിയുമെന്ന്" പറയാണ്. അങ്ങനെ അവർ ഗുഡ് ബൈ പറഞ്ഞ് പോവാൻ നേരത്ത് സ്പിൽമാന് പെട്ടെന്നൊരു ഐഡിയ തോന്നി. അങ്ങനെ സ്പിൽമാന് ഓഫീസറിന്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് പറയാണ്, ആളുടെ പേര് പറഞ്ഞു കൊടുത്തു. "എൻ്റെ പേര് സ്പിൽമാൻ എന്നാണ്. ഞാനൊരു പോളിഷ് റേഡിയോയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്" എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, "ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുമെന്ന്" പറഞ്ഞു. ഓഫീസർക്ക് വളരെയധികം സന്തോഷമായി. ഓഫീസർ ചിരിച്ചു. അങ്ങനെ അത് കണ്ടപ്പോൾ സ്പിൽമാനും ഭയങ്കര സന്തോഷമായി. രണ്ടുപേരും ഹാപ്പിയായി. അങ്ങനെ അടുത്തത് പറയാണ്, വെതർ എന്താവുകയാണ്,
ഒരു കോൾഡായിട്ട് മാറുകയാണ്. ഡിസംബറൊക്കെ ആവുമ്പഴത്തേനും നമുക്കറിയാം വെതർ നല്ല രീതിയിൽ തണുപ്പായിട്ട് മാറുകയാണ്. അങ്ങനെ 1945 ഒരു ക്രിസ്മസ് ആണ്. ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള 6ാമത്തെ ക്രിസ്മസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആള് സ്പിൽമാൻ ഒരു ഡാർക്ക് ആയിട്ടുള്ള റൂമിലാണ്. വിൻഡിന്റെ ശബ്ദവും എലിയുടെ ശബ്ദവും ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആള് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ക്രിസ്മസിനെ പറ്റിയൊക്കെ ചിന്തിക്കുകയാണ്. മുൻപ് ഉണ്ടായിരുന്ന സമയത്ത് ആളും ഫാമിലിയും ഒക്കെ ആയിട്ടുള്ള ഒരു സമയമൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആള് മൊത്തത്തിൽ എലോൺ ആണ്, ഒറ്റയ്ക്കാണ്. കാരണം അറിയാലോ ആറ്റിക്കിലാണ്. അങ്ങനെ ജാനുവരി 14th ആയി. ഓക്കെ, ജാനുവരി 14th ആയ സമയത്ത് ഒരു സ്ട്രേഞ്ച് നോയ്സ് കേട്ടാണ് ആള് എഴുന്നേൽക്കുന്നത്. സോൾജേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി കളിക്കുന്നുണ്ട്. നെർവസ് ആയിട്ടുള്ള വോയിസുകളൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ജാനുവരി 15th ആയ സമയത്ത് ഒരു ആർട്ടിലറി ഫയർ കേൾക്കുകയാണ്. ഒരു വെടിയൊച്ച പോലെ കേൾക്കുകയാണ്. ഒരു ഫയറിന്റെ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടിട്ടാണ് ആള് എഴുന്നേൽക്കുന്നത്. ബിൽഡിംഗ് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആള് ഭയങ്കരമായിട്ട് നെർവസ് ആയി, പേടിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. ആളും കൊല്ലപ്പെടുവോ എന്നൊക്കെ അയാളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു രാത്രി പീസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു. ആഹ് അങ്ങനെ അടുത്ത ദിവസം ഒരു 1:00 ഒക്കെ ആയ സമയത്ത് ഒരു ഏകദേശം 1 മണിയൊക്കെ മോർണിംഗിൽ ഒരു പുലർച്ചെ സമയം 1 മണിയൊക്കെ ആയ സമയത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേട്ട് ആണ് ആള് വീണ്ടും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു സൈലൻസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് എന്ന് ആൾക്ക് മനസ്സിലാവുന്നില്ല. അതിന് പുറത്ത് ചെറിയ ചെറിയ രീതിയിലുള്ള ഗാർഡുകളുടെ ഒച്ചകളൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ആയപ്പോഴത്തേനും ഒരു പുലർച്ചെ രാവിലെയുള്ള ഒരു നേരമാണ്. ആ ഒരു സൈലൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു സൗണ്ട് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ സ്പിൽമാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് റേഡിയോയിൽ നിന്നും ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. അവർ പറയുന്നത് എന്താണ്, ജർമ്മനി ഹാസ് ബീൻ ഡിഫീറ്റഡ്, ജർമ്മനീനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. വാഴ്സോ ഇനി ഫ്രീ ആണ്. ആളുടെ പ്ലേസ് ആണല്ലോ വാഴ്സോ, അത് ഇനി ഫ്രീ ആയിട്ടുണ്ട്. ജർമ്മൻസ് എല്ലാവരും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി പോയിട്ടുണ്ട് എന്ന് പറയാണ്. അതായത് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള ഒരു രീതിയിലേക്ക് ആ ഒരു റേഡിയോയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയപ്പോൾ സ്പിൽമാൻ എന്ത് ചെയ്തു, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. ആ സമയത്ത് ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ഉണ്ട്. ആ ഓഫീസർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കോട്ടാണ്. അങ്ങനെ ആ കോട്ടൊക്കെ ധരിച്ചിട്ട് ആള് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നു. അങ്ങനെ പെട്ടെന്ന് വീണ്ടും ഫുട് സ്റ്റെപ്സ് ഒക്കെ ഗാർഡ്സിന്റെ ഒക്കെ കേട്ടപ്പോൾ ആള് വിചാരിച്ചു, ഞാൻ കേട്ട ന്യൂസ് തെറ്റാണോ ഇനി? എന്തായിരിക്കും പിന്നീട് ഇങ്ങനെ ഓരോ സോൾജേഴ്സിന്റെ ശബ്ദമാണോ ഈ കേൾക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് അയാള് തിരിച്ച് എന്ത് ചെയ്തു, സ്പിൽമാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് വുമന്റെ ഒക്കെ വോയിസ് കേൾക്കുന്നുണ്ട്, കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഡൗൺ സ്റ്റെയർസ് ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആളൊരു വുമൻ സോൾജറിനെ കാണുകയാണ്. ഒരു അൺക്ലിയർ ആയിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. അൺക്ലിയർ ആയിട്ടുള്ള ഒരു യൂണിഫോം ഇട്ട് മറ്റൊരു വുമണും അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ സെക്കൻഡ് വുമന്റെ അടുത്ത് ആൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തപ്പോൾ തന്നെ ആൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത് ജർമ്മൻ മിലിറ്ററി കോട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അവര് സ്ക്രീം ചെയ്തു, ഉറക്കെ അലറി, ജോമൻ ആൻഡ് റൺസ് അവേ. എന്നിട്ട് ജോമൻ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് ഓടിക്കളഞ്ഞു. ആ സമയത്ത് ഒരു വുമൻ സോൾജർ വന്നു. ആ വുമൻ സോൾജർ എന്ത് ചെയ്തു, അവരുടെ മെഷീൻ പിസ്റ്റൾ എടുത്തു. അങ്ങനെ ഫയർ ചെയ്തു. ആ ഫയർ ചെയ്ത സമയത്ത് ആ ബുള്ളറ്റ് നേരെ പോയത് ആ വാളുണ്ടല്ലോ ചുമരുമലേക്കാണ് പോയിട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആള് പേടിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, അവിടുന്ന് ഓടി ഈ ആറ്റിക്കിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്നിട്ട് വിൻഡോന്റെ പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കി. അങ്ങനെ ആ ബിൽഡിംഗ് മൊത്തം സോൾജേഴ്സ് ചുറ്റും നിന്നതുപോലെ കണ്ടു. കാരണം ഏതോ ശത്രുക്കളാണോ എന്ന് വിചാരിച്ചിട്ട് സോൾജേഴ്സ് മൊത്തം ചുറ്റും കവർ ചെയ്തു. അങ്ങനെ ഗൺ ഷോട്ടുകളും ഗ്രനേഡ്സിന്റെ ഒക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളാകെ ഒരു കുടുങ്ങിയ അവസ്ഥയിലാണ്. വാഴ്സോ ലിബറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇയാളൊരു പോളിഷ് ആളാണെന്ന് പറഞ്ഞു കൊടുക്കാനും കഴിയുന്നില്ല. എന്താ ചെയ്യാന്നുള്ള ഒരു ഐഡിയയും ഇല്ലാതെ ഇങ്ങനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അയാൾ കൊല്ലപ്പെടുവോ എന്നുള്ളതൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആള് വിചാരിച്ചു അങ്ങ് സ്ക്രീം ചെയ്ത് പറയാം. അതായത് അയാള് എന്താണ്, ജർമ്മൻ അല്ല പോളിഷ് ആണെന്ന് പറയാം. അങ്ങനെ അയാൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്, ഞാൻ പോളിഷ് ആണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അയാൾ പതിയെ പതിയെ ആ സ്റ്റെയർസ് ഇറങ്ങി താഴേക്ക് വരുന്ന സമയത്ത് ഒരു യങ് പോളിഷ് ഓഫീസർ
അവിടെ നിന്ന് ഒരു ക്യാപ്പിൽ ഒരു ഈഗിളിന്റെ സിംബലൊക്കെ ഉള്ള ഒരാള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിസ്റ്റൾ ആളുടെ നേരെ ചൂണ്ടിയിട്ട് ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്പിൽമാൻ പറഞ്ഞു, എന്നെ ഷൂട്ട് ചെയ്യരുത്, ഞാനൊരു പോളിഷാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഓഫീസറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പിന്നെന്തിനാണ് നീ താഴേക്ക് ഇറങ്ങി വന്നത്, അതും ഈ ജർമ്മൻ കോട്ടിട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് നീ ഇറങ്ങി വന്നത് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അയാള് പറഞ്ഞു അയാള് പോളിഷാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ആൾക്ക് മനസ്സിലായി സിറ്റുവേഷൻ കൊണ്ട് എടുത്തിട്ട കോട്ടാണ്, അയാൾ ജർമ്മൻ അല്ല എന്നുള്ളതൊക്കെ മനസ്സിലായി. അങ്ങനെ അയാളെ അവിടെ നിന്ന് എന്താണ് കൊണ്ടുപോയി നല്ല പ്രോപ്പർ മീലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പിൽമാൻ കുറേ ആയല്ലോ, കുറേ ദിവസമായില്ലേ എന്താണ് ഈ ആറ്റിക്കിൽ കിടക്കുന്നു. അപ്പോൾ അവിടുന്ന് കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അങ്ങനെ 2 വീക്കിന് ശേഷം എന്താണ് ബീങ് വെൽ കെയർഡ് ബൈ ദ സോൾജേഴ്സ് സ്പിൽമാൻ വാക്സ് ത്രൂ. അങ്ങനെ ഒരു 2 ആഴ്ചയ്ക്കൊക്കെ ശേഷം സോൾജേഴ്സിൻ്റെ ആ ഒരു പരിചരണയിൽ നിന്നും ആള് പോന്ന് വാർസോല സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഒരു ഫ്രീ ഇങ്ങനെ തോന്നും. നമുക്ക് തന്നെ അറിയാലോ, കുറേ കാലം നമ്മൾ ഒരു സ്ഥലത്ത് അടച്ചു പൂട്ടിയിട്ട് നമ്മളൊരു പെട്ടെന്നൊരു ദിവസം നമ്മൾ സ്വതന്ത്രമായി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഉള്ളൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് ആൾക്ക് കിട്ടിയത്. അയാൾ ഇങ്ങനെ ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എത്രയോ ജൂയിഷ് പീപ്പിളിനെ കൊന്നിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പം ആളുടെ ആ ഒരു വിശ്വാസവും ആൾക്ക് ഓഫീസർ കൊടുത്തുള്ള ധൈര്യവും ഒക്കെ കൊണ്ട് ആൾ ഒരു പുതിയ ലൈഫ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ആകെ ഉള്ളത് കുറച്ച് സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങൾ മാത്രമാണ്. കാരണം അത്രയും പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോറി നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ പവർഫുൾ റിമൈൻഡർ ഓഫ് ഹൊറേഴ്സ് ഓഫ് വാർ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ കൈൻഡ്നസ് ഈവൻ ഫ്രം അൺഎക്സ്പെക്റ്റഡ് സോഴ്സസ് ആൻഡ് ദ ഇൻക്രെഡിബിൾ വിൽ ടു സർവൈവ് അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു യുദ്ധം എത്രമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്, എത്രമാത്രം തകർച്ചകളാണ് ഉണ്ടാക്കുന്നത്, എത്രമാത്രം പേടിപ്പെട്ടിട്ടാണ് ഒരു വാറിൻ്റെ അവസ്ഥ എന്നുള്ളത്. മാത്രമല്ല ഇത്രയും ഇങ്ങനെയും ഉള്ള ഒരു ദുഷ്ടമായ ഒരു വാറിൻ്റെ ഇടയിലും കൈൻഡായിട്ട് നമ്മളെ അടുത്ത് സ്നേഹമായിട്ട് പെരുമാറുന്ന, നമ്മളെ അടുത്ത് നമ്മളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെ സഹായിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അതുപോലെ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ജീവിക്കണം എന്നുള്ളൊരു ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ആണ് ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ദ പിയാനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തിൽ നിന്നാണ് ഈ ഒരു ഇൻ ദ ആറ്റിക് എന്നുള്ള ചെറിയൊരു ഭാഗം എടുത്തിട്ടുള്ളത്. അപ്പം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ആ ഒരു ഭീകരതയും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ലെങ്തിയർ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിൻ്റെ സമ്മറി വേർഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുട്ടികളുടെ അടുത്ത് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപ് ക്ലാസ് മാത്രം കേട്ടുകൊണ്ട് പോകരുത്. ഓഫ് കോഴ്സ് നിങ്ങൾ നിങ്ങളുടെ ബുക്സ് വായിക്കുക, അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻസ് ഉണ്ടാവും. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇഫ് യു ക്യാൻ ആൻസർ ദോസ് ക്വസ്റ്റ്യൻസ് ദെൻ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ആൻഡ് ഗ്ലോസറി ഇന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഒത്തിരി ന്യൂ വേർഡ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചസും കാര്യങ്ങളും ഒക്കെ നിങ്ങളത് ശ്രദ്ധിക്കുക. ആൻഡ് ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ക്ലാസ്സിൽ വരുത്തണമെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ യു ക്യാൻ ആസ്ക് ഇൻ ദ കോമൻറ്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിൽ സീ വിത്ത് എ ന്യൂ ചാപ്റ്റർ സൂൺ. താങ്ക് യു സോ മച്ച്.